അവനും ഒരു വികൃതി കുട്ടിയെ പോലെ തന്നെയാണല്ലോ. ഐ മീൻ, ഞാനും നിങ്ങളെ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഞാൻ വീടായിട്ടാ പെരുമാറുന്നേന്ന്? കാരണം നമ്മൾ രണ്ടുപേരും രണ്ട് മുതിർന്ന ആളുകളെ പോലെ പരസ്പരം സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ വളരെ നല്ലവനാണ്, എല്ലാവരെയും മനസ്സിലാക്കുന്നവനാണ്. കിരണിനെ പോലെയല്ല, അവനെന്ത് സില്ലിയാണ്. അതായത് അവന് ബുദ്ധിയേ ഇല്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ട്. Forgive me for saying this, but ആരും പറയില്ല നിങ്ങൾ ഒരമ്മയുടെ മക്കളാണെന്ന്. Careful. Are you okay? Yeah. Aren't they really pretty? I think they are just made for you, Leela. ഷേർലിൻ, ഇതിനകത്ത് അവൾ എന്താ ഈ ചെയ്തോണ്ടിരിക്കുന്നേ? പെർഫെക്റ്റ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, നീ ഇവിടെ നിൽക്ക. പുറത്ത് തന്നെ നിൽക്കുക. അവൻ നിന്റെ പുറകെ തന്നെ നടക്കുക, ഒരു ബോഡി ഗാർഡിനെ പോലെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തു പോവാ, നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്. ഓക്കേ? നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്ക്, എന്നിട്ട് നിന്റെ വാവുകൊണ്ട് പറയും. ആ കിരണ് ആദ്യം മുതലേ നിന്റെ മേൽ സംശയമുണ്ട്. നീ എങ്ങാനും വാതിൽ തുറന്നാൽ അപ്പൊ തന്നെ അവൻ അകത്ത് കയറിയോ നോക്കും നിന്റെ കൂടെ ആരാണെന്ന്. മനസ്സിലായ? തൽക്കാലം നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അവൻ പോകുന്നത് വരെ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം, റിസ്ക് എടുക്കാൻ പറ്റില്ല. ലെറ്റ്സ് വെയിറ്റ് ടിൽ ഹി ഗോസ്. ഓക്കേ. പിന്നെ നീ പറയേ, ഹൗ ആർ യു ഡൂയിങ്? നിന്റെ ഹെയർ സ്റ്റൈല് ഞാൻ കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കാം. യാ, ദാറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഗേൾ. നീ ഭയങ്കര പെർഫെക്റ്റാ മോളെ. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മിണ്ടാണ്ട് കേൾക്കുകയല്ലേ. ഒരു മറുപടിയും പറയുന്നില്ല, വഴക്കും ഉണ്ടാക്കുന്നില്ല, തർക്കത്തുരവും പറയുന്നില്ല. അതേസമയം ആ ഡംബോ പ്രീതയില്ലേ, അവളാണെങ്കിൽ എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നേ. സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കുകയും ചെയ്യും അവള്. അതൊക്കെ അവൾക്കൊരു ഹരമാണ്. എന്നെ അവൾക്ക് ഒരു മൈൻഡും ഇല്ല. നീ ഒരു കാര്യം പറഞ്ഞേ, ദൈവം നമുക്ക് നാവ് തന്നിരിക്കുന്ന എന്തിനാ? വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ബിളിബിളിബിളാന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ? അല്ലല്ലോ. മറ്റുള്ള ആൾക്കാർ നമ്മോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണം. പക്ഷെ ഇവളാണെങ്കിൽ ഒന്നും കേൾക്കുന്നില്ലാന്നേ, വെറുതെ വഴക്കുണ്ടാക്കും. ഐ മീൻ, ഈ പെണ്ണിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പക്ഷെ നീ ആണെങ്കിൽ അടിപൊളിയാ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ എന്താ ഈ ചെയ്യുന്നത്? ഒരു മാനിക്കനോട് സംസാരിച്ചോണ്ടിരിക്കുക. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ബൈ ദ വേ, ഐ എം കിരൺ നമ്പ്യാർ, ദി കിരൺ നമ്പ്യാർ. ഐ പ്ലേ ക്രിക്കറ്റ്. യാ, ഞാൻ പോയി ഷേളിനെ നോക്കട്ടെ. ഓക്കെ? ഇവളെന്താ ഈ ചെയ്യുന്നത് അതിനകത്ത്? എനിക്കാണെങ്കിൽ ബോറും അടിക്കുക. ഇനി എന്ത് ചെയ്യും? ലെറ്റ് മീ കോൾ സോഫിയ. അവൾ എന്നോട് സംസാരിക്കുന്ന പോലും അറിയില്ല. ഐ മീൻ, കഴിഞ്ഞോടെ ബ്രേക്കപ്പ് ആയല്ലേ. സോഫിയ,
സോഫിയ. Oh my God, കിരണിന്റെ ഫോണോ? I can't believe this. I'm sorry, കിരൺ. ഓ ബേബ്, ഐ റിയലി ലൈക്ക് യു മോളെ. നീ ഭയങ്കര ബുദ്ധിമതിയാടി. തെറ്റ് ചെയ്തതിന് ശേഷം ഉടനെ സോറി പറഞ്ഞില്ലേ? Oh God. I just love it. എന്റെ ഒരു വശത്താണെങ്കിൽ നീ, മറുവശത്താണെങ്കിൽ ആ പൊട്ടിക്കളി വൃത്തിയിട്ട പ്രീത. ഐ മീൻ, ഞാൻ പറയുന്നൊന്നും അവള് കേക്കില്ലാന്നേ. എപ്പോഴും അവളോട് സോറി പറയേണ്ട അവസ്ഥ എനിക്ക്. എന്നോട് സോറി പറയില്ല. ആരോടെങ്കിലും സോറി പറയുന്നത് അവളുടെ ഒരു അവതാരമാണെന്ന് അവൾ കരുതുന്നേ. വൃത്തികെട്ടവള് എന്താ അഹങ്കാരാണെന്ന് അറിയോ? അതായത് നീ പറ, ഫ്രണ്ട്ഷിപ്പിന് ഒരു വിലയുമില്ലേ? ഒരു സുഹൃത്ത് അടുത്തേക്കുന്ന സുഹൃത്ത് പറഞ്ഞ കേൾക്കണ്ടേ, റൈറ്റ്? അതൊക്കെ പോട്ടെ. ഫോർ എക്സാമ്പിൾ നീ പറയേ, ഞാൻ ഇന്ന് അവൾക്കൊരു ഡ്രസ്സ് ചൂസ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഷോറൂമിലെ ഞങ്ങൾ രണ്ടുപേരും. അവളൊന്ന് ട്രൈ പോലും ചെയ്തില്ലാന്നേ. ഐ മീൻ, ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കണ്ടല്ലേ എന്ത് സംഭവിക്കായിരുന്നു നോക്ക്. എപ്പോഴും എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കും. തിരിച്ച് മറിച്ചു നോക്കെ. എനിക്കറിയില്ല അവളെ എന്നെ എന്തൊക്കെയാ വിളിക്കുന്നതെന്ന്. എന്താ പട്ടീന്നോ, ഏലിയൻ? എനിക്കിനി വയ്യ ഇതൊക്കെ താങ്ങാൻ. എനിവേ, നമ്മൾ എന്തിനാ അവളെ പറ്റി സംസാരിക്കുന്നേ? നീ ഇത് പറയാ, എന്തിനാ എന്നോട് സോറി പറഞ്ഞേ? കിരൺ, ആക്ച്വലി അന്ന് ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞതാ ദാറ്റ് ഐ എം ബ്രേക്കിംഗ് അപ്പ് വിത്ത് യു. അന്ന് ആ പെൺകുട്ടികൾ നമ്മളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ നിന്നോട് ബ്രേക്കപ്പ് ചെയ്യാനോ? നോ ബേബി, നെവർ എവർ. ഐ നോ ബേബ്, യു ആർ സോ ഇന്റലിജന്റ്. ശരി ബേബി, ലിസൺ. നീ ഇപ്പോ ഏത് മോളിലാണെന്ന് ഒന്ന് പറയാവോ? ഐ മീൻ, എനിക്ക് അവിടെ ഒന്ന് വരാനാ. എന്നിട്ട് ആ ഡ്രസ് ഞാൻ ട്രൈ ചെയ്യാം. ഐ ലവ് യുവർ ചോയ്സ്. ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് ചേരില്ല. ഇറങ്ങ. അല്ല, നീ ഷേളിന്റെ ഡ്രസ്സിംഗ് റൂമിൽ എന്താ ചെയ്യുന്നേ? നിന്നോട് ചോദിച്ച എന്താ ചെയ്യുന്നേന്ന്. നീ അകത്ത് എന്താ ചെയ്തോണ്ടിരുന്നെന്നാ ഞാൻ ചോദിക്കുന്നേ. പറയാൻ. നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാ. നീ അകത്ത് എന്ത് ചെയ്യായിരുന്നു? പിന്നെ നീ ഷേളിന്റെ ഡ്രസ്സിംഗ് റൂമിൽ എങ്ങനെ അകത്ത് കയറി? പറയാൻ. ഓ മൈ ഗോഡ്, നീ ഷേളിനും നിങ്ങൾ രണ്ടുപേരുടെ അഫയർ? നീ ഇത്രയ്ക്കും വൃത്തികെട്ടവനായിരുന്നോടാ? പ്രീതയെ കേട്ട നിനക്ക് ഒരു യോഗ്യതയുമില്ല. അതിനിടയ്ക്ക് നീ ഷെളിനും കൂടി എന്തൊക്കെയാ ഈ കാട്ടി കൂട്ടുന്നേ? പോരുത്. നീ ആരാടാ എന്റെ പേര് പഴിച്ചാരാൻ? നീ മിണ്ടി പോകരുത്. ഞാൻ ആരാന്നോ? നിന്റെ നാവ് പിഴുതെടുത്ത് നിന്റെ കൈ തരും ഞാൻ. മനസ്സിലായോടാ അലവല? നീ എങ്ങോട്ടാടാ ഈ പോകുന്നേ? സർ 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 കിരൺ സാർ, വഴക്കുണ്ടാക്കരുത് പ്ലീസ്. ഞങ്ങളുടെ ഷോറൂമിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും സർ, പ്ലീസ്. അല്ലെങ്കിൽ തന്നെ എന്റെ റെപ്യൂട്ടേഷൻ ഈയിടെയായിട്ട് വളരെ മോശമാണല്ലോ. അതുകൊണ്ടാണ് ഇതുപോലുള്ള വൃത്തികെട്ട സ്വഭാവങ്ങൾ കാണിക്കുന്നത്. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യടാ? വിടണ എന്നെ. നിനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ പാഠം പഠിപ്പിക്കും ഞാൻ. രോഹിത് സാർ സർ പ്ലീസ് എന്റെ കൂടെ ഒന്ന് വരാമോ? എന്തുപറ്റി? സർ, കിരൺ സാർ അവിടെ ആരോടോ വഴക്കുണ്ടാക്കുന്നു. എന്താ? എവിടെ? ട്രയൽ റൂമിന്റെ പുറത്ത്. വരെ ഞാൻ കാണിച്ചു തരാം. നോക്ക്, നിന്നെ പോലുള്ള ക്രിക്കറ്റ് കളിക്കാൻ നീ നിന്റെ ലിമിറ്റ് നിന്ന് കളിച്ചാൽ മതി, കേട്ടല്ലോ. ഞാനൊന്നും പറയാൻ നിൽക്കുന്നതിന്റെ അർത്ഥം ഞാൻ ഭയന്ന് നിൽക്കുവാണെന്നല്ല. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ നിന്റെ വായടഞ്ഞു പോകും. പറഞ്ഞേക്കാം. അത് മനസ്സിലായോ? അങ്ങനെയാണോ? നീ എന്തു പറയും? നീ എന്ത് പറയൂന്ന് പറയോ? നീ എന്താ പറയാൻ പോകുന്നേന്ന്? കൂടിപ്പോയ കള്ളം പറയുമായിരിക്കും. നീ ഇവളുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നില്ലാന്ന്, റൈറ്റ്? ഓ ഗോഡ്, പുറത്ത് ഇത്ര വലിയ സീനായല്ലോ. ആരെങ്കിലും ഉറപ്പായും അകത്തേക്ക് വരും. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പൊന്നു, നീ നിന്നെ തന്നെ രക്ഷിക്കുക പ്ലീസ്. പിന്നെ എന്നെയും. നിന്നെ എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നടാ. മനസ്സിലായോ നിനക്ക്? നീ ഇത്രക്ക് വൃത്തികെട്ടവനും നീചനുമാണെന്ന്. താനി ഒരു ഫ്രോഡാ നീ. പക്ഷെ ഷേളിന് നീ ഇൻവോൾവ് ആയിരുന്നു അല്ലേ? ഓ മൈ ഗോഡ്, നീ ആ പ്രീതയും ചതിച്ചു അല്ലേ? നിന്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു, കല്യാണം ഓക്കെ ആക്കി. നിനക്ക് എന്താടാ നാണം ആവുന്നില്ലേ?
ഇത്രയ്ക്കും ആഭാസനായ ഒരുത്തനെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല. ഇന്ന് ഞാൻ നിന്റെ മുഖം മൂടി വലിച്ചു കയറിയിരിക്കും. അന്ന് എന്റെ കയ്യിൽ തെളിവുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് എന്റെ കയ്യിൽ തെളിവുണ്ട്. നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. ഇപ്പൊ തന്നെ ഏട്ടനെ വിളിച്ച് പറയാം. ഇവര് ഞങ്ങളുടെ എല്ലാ പ്ലാനും നശിപ്പിക്കും. ഈ ഒരു ചെറിയ അശ്രദ്ധ മൂലം എല്ലാം നശിക്കും. വളരെ കഷ്ടപ്പെട്ട് എന്റെ കല്യാണ നിശ്ചയം ആയതായിരുന്നു. അത് മാത്രമല്ല, പൃഥ്വി വളരെ കഷ്ടപ്പെട്ട് തന്ത്രം മെനഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് അവന്റെ പ്രീതിയുടെ കാര്യങ്ങൾ ഒരുവിധം ശരിയാക്കിയതായിരുന്നു. ഇതെല്ലാം ഈ പ്രശ്നം കൊണ്ട് എല്ലാ പരിപാടികളും, ഞങ്ങളുടെ കല്യാണം വരെ ക്യാൻസൽ ആയി പോവും. എല്ലാം നശിച്ചു. ഓ ഗോഡ്, നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നേ? ഓ ഗോഡ് പ്ലീസ് ഹെൽപ്പ് us. നിക്ക് നീ എന്താണ് ചെയ്യുന്നത്? എന്തൊക്കെയാണെങ്കിൽ നമുക്ക് സംസാരിച്ചത്. അവിടുന്ന് അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കാം. ഞാൻ പ്രീതയെ പോലെ മന്ദബുദ്ധിയൊന്നും അല്ല. നിന്നെ പോലെ ഒരുത്തനെ ഞാൻ വിശ്വസിക്കില്ല. എന്നെ നിനക്ക് മണ്ടനാക്കാനും കഴിയില്ല. മനസ്സിലായോടാ? നീ കണ്ടോ മോനെ, എല്ലാവരുടെ മുന്നിൽ ഞാൻ നിന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. നിന്റെ ഡ്രാമ ഇതോടെ അവസാനിക്കാൻ പോവാ. നീ എത്ര നീചനും വൃത്തികെട്ടവനുമാണെന്ന് എല്ലാവരും അറിയട്ടെ. ചതിയനാടാ നീ. അതും പോരഞ്ഞിട്ട് നീ ഒരു കാരണമില്ലാതെ എന്നെ ഡ്രൈവറെ തല്ലിയല്ലേ? എന്നിട്ട് ഞാൻ നിന്റെ മുന്നിൽ വന്നപ്പോ നല്ലവനായിട്ട് ഡ്രാമ കളിച്ചു നീ. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നീ ഒരു പേരും കള്ളനാണെന്ന്. നിനക്ക് ഡബിൾ ഫേസാ ഉള്ളത്. നീ കണ്ടോ ഞാൻ നിന്റെ തൊലി എങ്ങനെ ഉരിയാൻ പോകുന്നെന്ന്. നീ എന്താ കരുതിയേ നിന്റെ ഗുഡ് ലക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുന്നോ? നിന്റെ ഗുഡ് ലക്ക് തീർന്നു മോനെ, തീർന്നു. നിന്റെ ബാഡ് ലക്ക് ഇനി നോ. കിരൺ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ദാ വന്നോണ്ടിരിക്കുക. ഓക്കെ, ഏട്ടൻ വരുന്നുണ്ട്. ഇനി നീ കണ്ടോ. ഐ ആം സോറി. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പക്ഷെ നിന്റെ ശ്രദ്ധ മുഴുവൻ ആ ഷെർലിന്റെ ബോയ് ഫ്രണ്ടിന്റെ അടുത്താണല്ലോ. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ പ്രീതയായിരിക്കും. കാരണം അവൾ എന്നെ കുറിച്ച് പറഞ്ഞ ഓരോ കാര്യവും ഇന്ന് സത്യമാണെന്ന് തെളിയാൻ പോവാ. ഓ ഗോഡ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയാൻ പോകുന്നത് എന്റെ പൃഥ്വിയുടെ ഇടയിൽ ഒന്നുമില്ല. ഞങ്ങൾ ആദ്യം കണ്ടത് ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണെന്ന്. പിന്നെ അവരുടെ കയ്യിൽ തെളിയിക്കാൻ തെളിവൊന്നും ഇല്ലല്ലോ. അത് ഞങ്ങള് പഴയ പരിചയക്കാരാണെന്നൊക്കെ. പെർഫെക്റ്റ്. എന്തുറ്റി? അത് ഒന്നുമില്ല. ഒരു മിനിറ്റ്. ഏയ് ലിസൺ. അത് അവൻ പോയല്ലോ. ഒരു മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് പോകാൻ പറ്റില്ലായിരുന്നു അവന്. അതിന് മാത്രം ധൃതിയായിരുന്നോ? ഇതെല്ലാം ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. എന്നാ വേഗം പോവാം. ശരി, പോവാം. പക്ഷെ ഇനി കള്ളം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഐ മീൻ ടു സേ, അവരുടെ കയ്യിൽ ഒരു തെളിവും ഇല്ലായിരുന്നു എന്റെയും പൃഥ്വിയുടെ ഇടയിലെ അഫയർ തെളിയിക്കാൻ. പക്ഷെ ഇപ്പൊ കിരൺ നേരിട്ട് കണ്ടല്ലോ പൃഥ്വിന്റെ റൂമിൽ നിന്ന് പുറത്തു പോകുന്നത്. ഓ ഗോഡ്, ഞാൻ എന്ത് ചെയ്യും? ഇന്ന് ഞാൻ നിന്നെ മറന്നേക്ക് പുറത്തു കൊണ്ടുവരും. പിന്നെ നിന്റെ ഷേളിന്റെയും. ഇന്ന് ഞാൻ അവരുടെ ചിലപ്പോ നിർത്തിയിരിക്കും. പ്രീതയ്ക്ക് ആ ഷേളിനെ നല്ല സംശയം ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെയും. നിങ്ങൾ രണ്ടും കൂടി ഞങ്ങളെ മണ്ടന്മാരാക്കായിരുന്നല്ലേ? ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. എല്ലാ ലിമിറ്റും കഴിഞ്ഞിരിക്കാം. നിങ്ങൾ കപ്പിൾസ് ആണോ? മൈ ഗോഡ്, ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ ഇവിടെ ഇടതും വലതും ഉണ്ടായിട്ട് പോലും, തല പുകഞ്ഞ് ആലോചിച്ചിട്ട് പോലും നിങ്ങളാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല എനിക്ക്. പ്രീത എന്നോട് സത്യമാ പറഞ്ഞത്. ഷേളിന് ഒരു നല്ല പെണ്ണല്ലെന്ന്, ഒരു തരംതാണ പെണ്ണാണെന്ന്. ഷീസ് എ ബാഡ് ഗേൾ. പറഞ്ഞോ? നിനക്ക് എന്തു പറ്റി? അവള് നിന്റെ ആരും അല്ലല്ലോടാ. പിന്നെ നിനക്ക് എന്താ കുഴപ്പം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഒരു വട്ടം കൂടി നീ എന്റെ കോളറിൽ കൈവച്ചാ നിനക്ക് പിന്നെ നിന്റെ കൈ ഉണ്ടാവില്ല. നിന്റെ രണ്ട് കൈയും തല്ലി ഓടിക്കും ഞാൻ. മനസ്സിലായോടാ? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ. വേണ്ടാത്ത കാര്യം നിന്റെ വായിന്ന് വന്നല്ലോ. എന്റെ മുന്നിൽ ഇനി പൊട്ടം കളിച്ച് നിന്റെ 32 പല അടിച്ച് താഴെ ഇടും ഞാൻ. നീ ഇന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വിടാ. നിങ്ങൾ രണ്ടുപേരും എന്തായി കാണിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്തായോ കിരൺ? ഈ വൃത്തിയായിട്ടവനെ നീ കല്യാണം കഴിക്കാൻ പാടില്ല. മനസ്സിലായോടെ നിനക്ക്? കല്യാണം എന്താ തമാശയാണോ? ഒരു നിമിഷം കൊണ്ടൊക്കെ വേണ്ടെന്ന് നോക്കിയാ. നിനക്ക് ഈ പന്ന അലവലാതി അറിയില്ല. ബിഹേവിംഗ് ലൈക്ക് എ ചൈൽഡ്. പ്രീതയ്ക്ക് പൃഥ്വി വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി വിവാഹം വേണ്ടെന്ന് വെക്കാനാണോ പറയുന്നത്? നിനക്ക് എന്താ ഭ്രാന്തായോ? കിരൺ, നിനക്ക് പൃഥ്വി ഇഷ്ടമില്ല എന്ന് കരുതി നീ ഒരു കാര്യം ഓർക്കണം. പൃഥ്വിയെ പ്രീതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് സരളാന്റിയാണ്. നീ അവളുടെ ഒരു ഫ്രണ്ട് മാത്രമാണ് കിരൺ. എല്ലാ സൗഹൃദത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു സുഹൃത്തും ആ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. Will you listen to me?
നിന്റെ ഷേളിനെ പിന്നെ ഇവന്റെയും പ്രീതിയോടും തമ്മിൽ കല്യാണം തീരുമാനിച്ചാ. പക്ഷെ ഷേളിനെ കാണുന്ന ഒരു അവസരവും പാടാക്കാറില്ല. ഏത് സമയം അവളുടെ കൂടെയാ. ഷേളിനും ഇവനും തമ്മിൽ അഫയർ ആയിട്ടാ അഫയർ. കിരൺ, നീ ഇതെന്താ ഈ പറയുന്നത്? അതെങ്ങനെ സംഭവിക്കും? അങ്ങനെ തന്നെയായിട്ടാ സംഭവിക്കുന്നേ. ഈ പൃഥ്വി ഉണ്ടല്ലോ, ഈ വൃത്തികെട്ട അലവനാതി, ഇവൻ പ്രീതിയെ വഞ്ചിക്കുകയാണ്. ഇവന് ഷേളിനും തമ്മിൽ പ്രേമത്തിലായിട്ടാ, പ്രേമത്തില്. പ്രീതിയായിട്ട് കല്യാണം ഫിക്സ് ചെയ്ത ശേഷം ഇവൻ എന്തൊക്കെയാ ചെയ്യുന്നേ? ഏത് നേരം ഷേളിന്റെ കൂടെ ഇവനെ ഞാൻ അന്നൊരു ഫംഗ്ഷന് ശേഷം ഒരു പെണ്ണിന്റെ കൂടെ കണ്ടായിരുന്നു. അത് 5 സ്റ്റാർ ഹോട്ടലിലെ റൂമിൽ വെച്ച്. ഓക്കെ, അപ്പൊ തന്നെ പ്രീതിയുടെ കുടുംബക്കാരെ മുഴുവൻ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയേട്ടാ. പക്ഷെ എനിക്കറിയില്ല ഇവൻ എന്ത് ഗെയിം അവിടെ കളിച്ചെന്ന്. ഇവൻ എല്ലാരും പറ്റിക്കായിരുന്നു. അന്ന് ആ പെണ്ണിന് പകരം പ്രീതി ഇവന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇവൻ ആ പെണ്ണിനെ രക്ഷപ്പെടുത്തി. ആ കാരണം കൊണ്ട് എനിക്ക് ഇവനോട് മാപ്പ് പറയേണ്ടി വന്നു. ഇവനോട് വൃത്തിയിട്ടവനോട് തെളിവില്ലാത്ത കാരണം കൊണ്ടാ നീ അന്ന് രക്ഷപ്പെട്ടു പോയത്. പക്ഷെ ഇന്ന് നീ രക്ഷപ്പെടില്ല. യു നോ വൈ? കാരണം തെളിവിന്ന് എല്ലാവരുടെ കൺമുന്നിൽ തന്നെ ഉണ്ടടെ വൃത്തിയിട്ടവനെ. നീ അത് തെളിയിക്കുക കിരൺ, തെളിയിച്ച് കാണിക്കുക. എന്താ സംഭവിച്ചത് തെളിയിച്ച് കാണിക്കേ. ഷേളിൻ ഈ റൂമിലുണ്ട്. ഈ റൂമിലുണ്ടെന്നാ? അതെ ഏട്ടാ, നീയല്ലേ എന്നോട് പറഞ്ഞത് ഷേളിൻ റൂം നമ്പർ 5 ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വന്നതാണെന്ന്. നീ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞല്ലേ? അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഈ വൃത്തിയേട്ടവനുണ്ടല്ലോ ഇവരുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു ഏട്ടാ. ഞാൻ ഷേളിനെ ഫോൺ ചെയ്തപ്പോ റൂം നമ്പർ 5 പറഞ്ഞത്. അതെ, റൂം നമ്പർ 5 ഇതാണ്. ഇവിടെ നിന്ന് ഇവൻ ഇറങ്ങി വന്നത്. നിന്റെ ഒരു കുട്ടികളെ എന്നോട് വേണ്ട. എല്ലാവർക്കും അറിയാവുന്നതാണ് നിനക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി എന്താണ് നിന്നിലുള്ളത്? നിന്നെ എന്തിനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നേ? നീ എന്ത് വിചാരിച്ചു ഞാൻ പ്രീതിയെ പോലെ മരമണ്ടനാണെന്നോ? ഞാൻ മന്ദബുദ്ധിയൊന്നും അല്ല. ഇന്ന് 2 സെക്കൻഡിനുള്ളിൽ നിന്റെ തനി നിറഞ്ഞ പുറത്തു കൊണ്ടുവന്നിരിക്കും. നീ കണ്ടോ ഇപ്പൊ എന്താ നടക്കാൻ പോകുന്നത്? ആരാണ് നീ? ആരാണ് നീ? ആരാണ് എന്നെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും? അതിനുള്ള അവകാശം ഒരേ ഒരാൾക്കാണ്, പ്രീതിക്ക് മാത്രം. എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. പ്രീത, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്. ഒരു കല്യാണം എന്നത് പരസ്പരമുള്ള വിശ്വാസത്തിന് പുറത്താണ്. ഏത് റിലേഷനും ഒരു വിശ്വാസത്തിന് പുറത്താണ്. എനിക്കിന്ന് അറിയണം, ഈ കിരൺ എന്റെ മേലെ ആരോപിച്ച കുറ്റങ്ങളെല്ലാം നീ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. നിനക്ക് അവനെയാണോ വിശ്വാസം അതോ എന്നെയാണോ എന്ന്? പ്രീത നോക്ക, നീ ഇവൻ പറയുന്ന കേൾക്കരുത്. ഇവൻ കള്ളനാ, 1 നമ്പർ ഫ്രോഡാ ഇവൻ. നീ ഒരു കാര്യം ചെയ്യ, നീ തന്നെ തുറന്നു നോക്ക്. സത്യം എന്താണെന്ന് മനസ്സിലാവട്ടെ. തുറന്നു നോക്ക്, വേഗം ചെല്ല്. ഓ ഗോഡ്, ഞാനിനി എന്ത് ചെയ്യും? പൃഥ്വിയെ വിശ്വസിച്ചില്ലെങ്കിൽ അവനത് മോശമായി തോന്നും. പക്ഷെ കിരൺ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്തെങ്കിലും കാരണമില്ലാതെ അവനിങ്ങനെ പറയില്ല. പ്രീത നോക്ക, എന്നെ വിശ്വസിക്ക. നീയല്ലേ പറയാറ് ആരെയും അന്ധമായി വിശ്വസിക്കാൻ പാടില്ല എന്ന്, റൈറ്റ്? നീ ആരെയും വിശ്വസിക്കണ്ട, എന്നെയും വിശ്വസിക്കണ്ട. നീ തന്നെ ഡോർ തുറന്ന് സ്വയം ചെക്ക് ചെയ്യാ. ഷേഡിനകത്തുണ്ട്, വേഗം ചെന്ന് നോക്ക്. ഈ റൂമിൽ നിന്ന് തന്നെ ഇവൻ പുറത്തു വന്നത്. ഗോ ആൻഡ് ചെക്ക്. പോ പ്രീത. പ്രീത, നീ എന്താ വിടായിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറ. പ്രീത, ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഇപ്പൊ എനിക്ക് സംഭവിക്കുന്നല്ല നിനക്കായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും മിണ്ടാതിരിക്കില്ലായിരുന്നു. ഒരു നിമിഷം പോലും. പ്രീത, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്. നമ്മളൊരു ജീവിതം മുഴുവൻ ജീവിച്ച് തീർക്കേണ്ടവരാണ്. ഇപ്പൊ നിനക്കെന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സോറി ടു സേ, നമ്മുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴും. ഒരിക്കലും തിരുത്താൻ സാധിക്കാത്ത രീതിയിൽ തകർന്നു പോകും. എനിക്കറിയാം ഞാൻ നിരപരാധിയാണെന്നുള്ള കാര്യം, അത് തെളിയുക തന്നെ ചെയ്യും. പക്ഷെ നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവന്റെ വെറും ആരോപണത്തിന് പുറത്ത് നീ എന്നെ സംശയിച്ചാൽ നമ്മുടെ വരാനിരിക്കുന്ന ഭാവി അത് ബാധിക്കില്ലേ? നമ്മുടെ ഫ്യൂച്ചറിന്റെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാവും. നീ മിണ്ടി പോവരുത് പ്രീത. നിനക്ക് നന്നായിട്ട് അറിയാം ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയാണെന്ന്. നീ തന്നെ ഡോർ തുറന്നു നോക്ക്. ഷേളിൻ അവിടെ ഒളിച്ചിരിപ്പുണ്ടാവും. നീ വേഗം ഒന്ന് ചെല്ല്. വരൂ രാധികെ. ജാനകി നോക്ക്, രാധിക കാണാൻ വന്നിരിക്കുന്നു. ജാനകി, ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ... ദൈവത്തിന് ഒരുപാട് നന്ദി. നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല, ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങളെ കണ്ടിട്ട് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. പെട്ടെന്ന് സുഖവും. ഞാനല്ലേ പറയുന്നത്. എല്ലാം ശരിയാകും. ഞങ്ങളെല്ലാം കൂടെയുണ്ട്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിനക്കെല്ലാം ശരിയാകും. ഞങ്ങളെല്ലാം കൂടെയുണ്ട്. ജാനകി, എനിക്കറിയാം നിനക്കിപ്പോ വയ്യാതിരിക്കുകയാണെന്ന്. പക്ഷേ എനിക്കൊരു അത്യാവശ്യ കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്റെ മകൻ കിരൺ പറഞ്ഞിരുന്നു ആക്സിഡന്റിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയായിരുന്നു എന്ന്. നിങ്ങളുടെ ഓർമ്മ തിരിച്ചു കിട്ടി ഞങ്ങളോട് എന്തോ അത്യാവശ്യ കാര്യം പറയാൻ വരികയായിരുന്നു എന്ന്.
ഇത് സത്യമാണോ? അത് അറിയേണ്ട അത്യാവശ്യ കാര്യമെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്റെ 2 മക്കളും സത്യമാണോ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും കാര്യം നിനക്ക് ഞങ്ങളോട് പറയാനുണ്ടോ? പറയൂ ജാനകി, എന്തായിരുന്നു നിനക്ക് ഞങ്ങളോട് പറയാനുണ്ടായിരുന്ന കാര്യം? പറയൂ ജാനകി. സരള, എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമാണ്. കിരൺ എന്നോട് വന്ന് പറഞ്ഞു നമ്മുടെ കുടുംബത്തിന് എന്തോ അനിഷ്ടം സംഭവിക്കാൻ പോകുന്നു, ആരോ നമ്മുടെ കുടുംബത്തിന് നാശം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന്. എനിക്ക് ഭയമാകുന്നു, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പറയൂ ജാനകി, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് കണ്ണുകൾ അടയ്ക്കുന്ന പോലും ഇല്ലല്ലോ. പക്ഷെ ഇന്നലെ ഇതേ ചോദ്യം ചോദിച്ചപ്പോ കണ്ണുകൾ അടച്ചു കാണിച്ചിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാം മറന്നുപോയി കാണും. ഒന്നും ചിലപ്പോ ഓർമ്മ കാണില്ല. ജാനകി, ഇനി വേറെ ആരെങ്കിലും സരളയുടെ കുടുംബത്തിന് വേണ്ടി ദോഷം വരുത്താൻ ശ്രമിച്ചതാണോ? ഇനി ഈ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയാണോ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് മക്കളെ കാണാൻ വേണ്ടി വന്നത്? ഞാൻ പറഞ്ഞത് ശരിയാണോ? എന്തെങ്കിലും പറയൂ എന്നോട്. പറയൂ ജാനകി, പറയൂ എന്നോട് ജാനകി. ഒരടയാളെങ്കിലും കാണിക്കൂ. പോയി ചെക്ക് ചെയ്യാം. മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടരുത്. ഇനി എന്റെ പ്രീതിയുടെ കാര്യത്തിൽ ഇടപെടാൻ വന്ന കൊന്നുകളയും ഞാൻ. എന്റെ അനിയനോട് മേലാൽ ഈ തരത്തിൽ സംസാരിച്ചു പോരുത്, ഓക്കെ? ഇപ്പൊ പ്രശ്നം നിന്റേത് മാത്രമല്ല. ഇനി ഈ ഡ്രസ്സിംഗ് റൂം ചെക്ക് ചെയ്യുന്ന ചെയ്യും, ഇപ്പൊ തന്നെ ചെയ്യും, ഈ നിമിഷം തന്നെ. ഇനി ഇത് ചിലപ്പോ ഇങ്ങനെ വല്ലതും ആയിരിക്കോ? സരളയുടെ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? ഇതാണോ നീ എന്നോടും രോഹിത്തിനോടും കിരണിനോടും പറയാൻ ആഗ്രഹിച്ചത്? അവരുടെ സഹായം തേടിയതാണോ? ജാനകി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പറയൂ ജാനകി. നോക്ക്, എവളൊരു സൂചനയും തരുന്നില്ല. അതിനർത്ഥം അങ്ങനെയൊന്നും ജാനകി, ഇനിയത് നമ്മുടെ 2 കുടുംബത്തെ അപകടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആണോ അത്? അതായത് സരളയുടെ കുടുംബത്തെയും എന്റെ കുടുംബത്തെയും നശിപ്പിക്കാൻ നടക്കുന്ന ആരെങ്കിലും ആണോ? അതായത് രാധികെ, നിന്റെ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരോ ഒരാളുണ്ട്. ഞങ്ങൾ ഇന്ന് വരെ ആർക്കും ഒരു തിന്മ വരാൻ ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളെ നശിപ്പിക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? ജാനകി, പറ മോളെ, അതാരായാലും നമ്മൾ അറിയുന്നവരാണോ? ഇനി ആ ഒരാൾ നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ആണോ? പറയൂ ജാനകി. അല്ല, ആ തരംതാണ വൃദ്ധിയും ആ വൃത്തികെട്ട ഷെർലിനും അവരിപ്പോഴും ഈ കുടുംബത്തിലെ അംഗങ്ങളായിട്ടില്ല. അതായത് അല്ല രാധികെ, അവള് കണ്ണടച്ച് കാണിച്ചില്ലേ? അതിനർത്ഥം അവർ നമ്മുടെ കുടുംബത്തിലെ അല്ല. പക്ഷെ നമുക്കറിയാവുന്ന ആരുമാണ്. പറയ് ജാനകി, ആരാണെങ്കിൽ ഞങ്ങളോട് പറയും.